വാട്സ്ആപ്പ്. നമ്മളിപ്പോ പിടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ദ ഹോൾ ഐഡിയ ഈസ് ഒരു ചെറിയൊരു ട്രിപ്പ്. ആ ട്രിപ്പിലേക്ക് വന്നതിന്റെ തോട്ട് ലൈൻ ഈസ് ഭയങ്കര രസമുള്ള സാധനമാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം. ബട്ട് നമ്മൾ പോകുന്നത് കോന്നി കഴിഞ്ഞിട്ട് കുറച്ച് പോകണം, കാട്ടിൻ്റെ അകത്തേക്കാണ്. ആ ഒരു ഫോറസ്റ്റ് റേഞ്ചിന്റെ അകത്ത് ഒരു കാട്ടിന്റെ അകത്തൊക്കെ ഒരു ദിവസം നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സംഭവമല്ല എന്ന് ആ ചങ്ങായിമാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് പോയിട്ട് ഒന്ന് ആസ്വദിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് കുടിൽ ട്രീ ഹൗസ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗാണ്. നമ്മള് കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാന്ന് പറയുന്ന കോൺസെപ്റ്റേ ഉള്ളൂ ബേസിക്കലി. പോണ വഴിക്ക് ഓൾമോസ്റ്റ് കോന്നി എത്താറായപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പിടവൂരിന്റെ മാലി ഫുഡ് കോർട്ടിൽ ഇറങ്ങി. സോ വി സ്റ്റാർട്ടിങ് അവർ ജേർണി. ലെറ്റ്സ് കൈൻഡ് ഓഫ് സേ ഇവിടെ നിന്ന് അതിന്റെ യാത്രകൾ തുടങ്ങാം. Continue on Kunakode, Avanishwaram, Pathanapuram Road for 2 kilometers. Right. Right. അവിടെ വെച്ചിരിക്കുന്നത് നേരെയാണ് കേട്ടോ. അല്ല റൈറ്റാ. ഇങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ടല്ല. തിരിച്ചാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഒരാളുടെ ID കാർഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം. നമ്മൾ ഒരാളെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ബേസിക് ഒരു ചെക്ക് ഉണ്ട്. പോകുന്ന വഴി കാടാണ്, അവിടെ ആനിമൽസ് ഉണ്ട്. ഇന്നലെയും കൂടെ അവിടെ ഏതോ ഒരു ആടിനെ പിടിച്ചോണ്ട് പോയി, ഇതല്ലേ? ആടിനേറ്റ കടുവ പിടിച്ചുകൊണ്ട് പോയി. ആനിമൽസ് ഉണ്ട്, ആന ഉണ്ടെന്നൊക്കെ ഉള്ള പറഞ്ഞിട്ടുണ്ട്. സോ കെയർഫുൾ ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴും രജിസ്റ്റർ ചെയ്യണം. സോ നമ്മുടെ അപ്പുപ്പങ്കാവ് പോകുന്ന വഴിക്ക് ഇത് പാവം എരുമേനെ കൊണ്ടുപോകണത്. ദാണ്ട എരുമേനെ ഇത് കൊണ്ടുപോകുന്നതാണ്. സിമ്പിൾ. കല്ലേലി ഊരാളി അപ്പുപ്പൻകാവ്. ഈ അപ്പുപ്പൻകാവ് വരെ മാപ്പിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ നിന്ന് റേഞ്ച് ഓൾമോസ്റ്റ് തീരാറാവും. ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ തിരിച്ചിറങ്ങുന്ന വരെ റേഞ്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുടിൽ ട്രീ ഹൗസിന്റെ മാപ്പ് ഇട്ടിട്ട് പോകും, കാരണം അങ്ങോട്ട് പോയ റേഞ്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വരുന്ന വഴി ഈ പറഞ്ഞ കാടിൻ്റെ ഒരു റീജിയനിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട്. കട്ട ഫീല്, കാടിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ചീവീടിൻ്റെയും ആൻഡ് ഓൾ ദോസ് തിങ്സ്, ലവിങ് ഇറ്റ്. നമ്മൾ വരുന്ന വഴിക്ക് ഇതേപോലെ കുറേ പൈനാപ്പിൾ കൃഷി. അപ്പോൾ KP എന്താ ഇഷ്ടപ്പെട്ടില്ല? കാടെല്ലാം നശിപ്പിച്ച് പൈനാപ്പിൾ കൃഷി ചെയ്തത് കുട്ടിക്ക് ഇഷ്ടമായിട്ടില്ല. കല്ലേലി പാലം. അങ്ങനെ നമ്മൾ എത്തി. നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത്. നല്ല രസമുള്ള കാടിൻ്റെ ടോട്ടൽ ഫീലുള്ള വഴി. ഈ ഒരു അവർ ആക്ച്വലി നമുക്ക് പറഞ്ഞു തന്നെ കുടിലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബോർഡുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ ആ ഫോറസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ടാ കാണുന്നുണ്ടാ ലൈറ്റായിട്ട് 1-2 ട്രീ ഹൗസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇതുകൊണ്ടൊരു കുഞ്ഞ് പാലം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എനിക്കൊന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല, പോകുമ്പോൾ കാണാം. അത് കയറി ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ ഒരു കാടിൻ്റെ മൂഡ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇവിടുത്തെ ഒരു USP. ആൻഡ് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. നടന്നു പോയിക്കോ നീയോ? അങ്ങനെ ഇരിക്കണ്ട. ധൈര്യമായിട്ട് പോയിക്കോ, പതുക്കെ പോ. കീപ് ടു ദ ലെഫ്റ്റ്. അയ്യോ ഒന്നും വേണ്ട, ഇതൊക്കെ ഇറങ്ങും, ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ, ഈസി. സ്റ്റേ ദേ ഇവിടെ നിൽക്കേ, നമ്മൾ വരട്ടെ. ഈ പെട്ടി എടുക്കൂടാ ഉണ്ണി, ഇറങ്ങിക്കോ. Just follow me, just come with me. All right? ഇവിടെ വാടേ കാലിങ്ങനെ സിക്ക് പോകുന്നത്. ഈ സാധനം അല്ലല്ല ഇങ്ങോട്ടാ. നിങ്ങൾ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചു വരണം, മഴയൊക്കെ പെയ്ത്. അല്ലെങ്കിൽ ലൈറ്റാ ഇല്ലടാ, വാടാ, കൈ കൊണ്ട് പിടിക്കണ്ട, എഴുന്നേറ്റ് വാ. നീ വാ കൈ കുത്തണ്ട, എഴുന്നേറ്റ് വാ, നിക്ക്. ഫസ്റ്റ് യു സ്റ്റാൻഡ് അപ്പ്. എടാ എഴുന്നേറ്റ് നിക്കടാ. വാ അത്രേ ഉള്ളൂ. സി ഇറ്റ്സ് ഈസി.
അത്രേ ഉള്ളൂ. ഇല്ല, വീഴത്തില്ല. ആ വരട്ടെ, അത്രേ ഉള്ളൂ. ഇല്ല, കൂടെ വാ. ഈസി ഈസി, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നത്തിങ്. കിവി കൈ എടുക്ക്, ഡോണ്ട് ബി അഫ്രൈഡ്, ഇറ്റ്സ് ഓക്കെ. ഒന്ന് വീണാലും പ്രശ്നമില്ല. നോ, ഇറ്റ്സ് നോട്ട്. നോ, ദീസ് ആർ നോട്ട്. ആ, കൈ പിടിച്ചു വന്നാൽ എളുപ്പമാണ്. ഒരാൾ വീണ എല്ലാരും കൂടെ കൊണ്ടുവരല്ലേ. ഓ വാവ്, ദിസ് ഇസ് നൈസ്. അവിടെ ഏതോ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ പാലം കയറി ഇറങ്ങണം. ഇതാണ് ബ്രിഡ്ജ്. പതുക്കെ. I'll do one thing. Let me just go keep this and come. You guys stay here. കാല് വേണമെങ്കിൽ എല്ലാവർക്കും നിൽക്കി അവർ വേട്ടെ. എടാ, നമ്മൾ ബാഗ് ഒന്നും അപ്പുറത്ത് വെച്ചിട്ട് പിള്ളേരെ പിടിക്കാൻ വരാം. ഓക്കെ? ആ ഹാ ഹാ. ഒരാൾ ഞാൻ കയറിയിട്ട് മതിയേ കുട്ടികളെ. ഇത് അത്യാവശ്യം സ്ലിമ്മാണ്. അതുകൊണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു ചെറിയ ഷേക്കും ഈസി ആയിട്ട് കയറി പോകുന്നതല്ല. എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ കയറുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പാനിക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിരിച്ചു പോയി പിള്ളേരുടെ കൈ പിടിച്ച് കൊണ്ടുവരേണ്ടി വരും. ഇവർക്ക് ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്. എപ്പടി സാർ? ഇത് ഇലക്ട്രിക് ഫെൻസാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫെൻസ് അവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് കയറാൻ പാടാണെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ കയറി വന്നാലും ഇങ്ങനെ കയറി വന്ന് ഇതിലേ കൂടെ കയറി ഇങ്ങനെ വലിഞ്ഞ് കയറണം എന്നുള്ളതേ ഉള്ളൂ. Wow, bravo, lovely. Good boy. Yay! How was it? Experience? Sweet floor. So good sweet floor. It's nice, na? Sweet floor. How was it? Good? Good. And now Lovely, you enjoyed Rajodi? Wow, Nivi. You're a brave girl, no? No problem. Come on. Wow. I didn't do nothing. You come, please. ഒന്നും പറ്റത്തില്ല. പേടിയുണ്ടെങ്കിൽ അവിടെ നിന്നാ മതി. പിടിച്ചോളാം. വാ, കേറി വാ, കേറി വാ, കേറി വാ. ഞാൻ വരാം. ഇല്ല ഇല്ല ഇല്ല, കിവി വാ. ഞാൻ ഫ്രണ്ട്. ഓക്കെ. സോറി, ഞാൻ ഫ്രണ്ട്. ഷൈവേ പോകട്ടെ, ഷൈവേ പോകട്ടെ. You were scared when you climbed here. Then why did you say you're brave now? അവിടെയൊക്കെ സ്മൂത്തായിരുന്നു കേട്ടോ. നല്ല പെരുമാറ്റമൊക്കെ. അച്ഛാ, ഓക്കെ. അച്ഛാ, ഓ, വെള്ളത്തിൽ ഇത് കളിക്കാ? നോ. No. We'll see. We are not here to play. അവൾ ഓക്കെ. പേടിക്കണ്ട അമ്മ, വാ. അതാണ് നമ്മുടെ ഹട്ട്. അറിയില്ല, നമുക്ക് നോക്കാം. കയറി വാ, കയറി വാ. തീർന്നോ? 3 hot. Almost. Come on. Come on, Grandma. We're in the wild adventure. Amma, va. You almost done, Amma. Yes! Amma finally not. Kiwi, don't be scared. Be brave. നോ. ആർക്ക്? Mangi വരുവാൾക്ക്. ഇല്ലടാ. നമ്മൾ ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യാറുന്ന ഒരു ആനിമലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ദാറ്റ്സ് എ സിമ്പിൾ റൂൾ. ഓക്കെ? നെവർ ഹേർട്ട് എനി ആനിമൽസ്. ദേ ആർ ഗോണ ബി കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി വിത്ത് യു ഈവൻ ഇഫ് യു സീ ദം. കിവി, ഈസി വാ. Come on. മിണ്ടണ്ട. നോ നോട്ട് മേക്കിംഗ് എനി നോയ്സ്. വാ, കം. കിവി, അത് പിടിക്കണ്ട. യു ജസ്റ്റ് കീപ് വൺ.
ഇല്ല കിവി വാ, വീഴൂല, വീണാ ഞാൻ പിടിച്ചോളാം. ഓ ഓക്കെ, 2000 രൂപ ഓടിയോ വേണം വയ്ക്കാൻ. കയറിയോ? അല്ല കിവി കയറിയോ, ഒറ്റ കാലം വെച്ചാൽ മതി. ആ ഒരു കാലം മാത്രം ഫ്രണ്ട് പോയി മതി, ഇനി ഒരു കാലം വെച്ചാൽ മതി. ഇനി അടുത്ത കാലം. സി ഇറ്റ്സ് സോ ഈസി. Yeah, I know, it's easy. Very easy. Easy peasy lemon squeezy. എന്റെ സ്ലിപ്പർ എടുക്കണം. കനു നീയൊക്കെ കൂളായിട്ട് വന്നല്ലോ അല്ലേ? എന്നാ ബാഗ് വല്ലതും ഉണ്ടോ? YOLO mustache. Yes. See? No, that's okay. She's okay. Mari. Now I'm not scared. Your poop died. വെള്ളത്തിൽ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. എന്താ കിണ്ണ? നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇതാണ് അവരുടെ വാഷ്റൂം. ഹാഫ് ഓപ്പൺ ബട്ട് കംപ്ലീറ്റ് പ്രൈവസിന് മുകളിലൊന്നുമില്ല, ആരുമില്ല. അങ്ങനെ സ്പേസാണ്. വെള്ളമൊക്കെ ഈ ടാങ്കിലാണ് മിനിമം. പിന്നെ താഴത്തെ അരുവിയിൽ കാട്ടുന്ന് വരുന്ന ശുദ്ധമായ ജലമാണ്. ആരും അഴുക്കാക്കില്ല. ഇതിൻ്റെ മുകളിലേക്കുള്ളതാണ്. നല്ല വെള്ളമാണ്. ഇതിൽ കുളിച്ചിട്ടൊന്നും തിരിച്ച് വന്ന് ഇവിടെ വെള്ളത്തിൽ കുളിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നോക്കട്ടെ, ഇവിടെയാണ് നമ്മൾ കിടക്കുന്ന സ്പേസ്. ഒരു എ ഷേപ്പ് സാധനം, നൈസ്. കംഫി ബെഡ്, നല്ല രസമുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ പറയുന്ന വ്യൂല് നമ്മൾ ഉച്ച സമയത്ത് വന്നത് കൊണ്ടുള്ള ഒരു ആവിയുണ്ട്. ഒരു 6 മണിയൊക്കെ ആയി, ഒന്ന് സൺടോണൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല തണുക്കും. കാടിൻ്റെ ഒരു തണുപ്പുണ്ടല്ലോ, ആകുമെന്നാണ് പറയപ്പെടുന്നത്. റെഡി ഫോർ നേരെ വെള്ളത്തിൽ ഇറങ്ങാൻ. വലിയ വെള്ളമില്ല. മഴ കാട്ടിൻ്റെ മുകളിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ഫ്ലോയിൽ മാറ്റം വരാം. ഇവിടെ മഴ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ മുകളിൽ മഴ ഉണ്ടെങ്കിൽ വെള്ളം മാറാം. അതുകൊണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ നല്ല ഇതിൽ നിൽക്കുകയാണ്, കയറി കുളിച്ചോ എന്ന് പറഞ്ഞാൽ ആദ്യമേ. അപ്പോൾ ആദ്യമേ നമ്മളൊന്ന് ഈ ചെറിയൊരു സ്ട്രീം ഫ്രണ്ടിലുള്ളതിലേക്ക് ഇറങ്ങി കുളിക്കാൻ പോവാണ്. ഈ ഹട്ടും ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ആക്ച്വലി ഒരു ഡൈനിങ് സ്പേസ് ആണ്. അതിൻ്റെ കൂടെയും അപ്പുറത്തൊരു സ്റ്റേയുടെ സാധനമുണ്ട്. ആ സൺറൂഫൊക്കെ വെച്ചേക്കുന്നത് അവിടെ ഒരു സ്റ്റേ ഉണ്ട്. പിന്നെ താഴെ തോണ്ടൊരു ഹട്ടുണ്ട്. അത് ആക്ച്വലി 3 ഹട്ടും ആ ഡൈനിങ് സ്പേസുമാണ്. തിരക്ക് വല്ലതും വരികയാണെങ്കിൽ അവിടെയും കൂടെ അവർ കിടക്കാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് തരും. ആ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് നേരെ ത്രൂ കാണുന്നത് അവർ താമസിക്കണം ആ ഒരു സ്പേസാണ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ മണ്ടയിലേക്ക് പിള്ളേർക്ക് കയറാൻ പാടില്ല. എന്തോന്ന് സാധനം പോകുന്നത്? ഈ കുരങ്ങി. അയ്യോ, കുറേ കുരങ്ങ് വരും. ബൈ ഗാഡ് മാൻ, ലാവിഷ് മങ്കീസ്. ഇനി മങ്കീസ് പോലും നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് കയറി സാധനം എടുത്തോണ്ട് പോകുന്നു. എന്തിന്? ഓ, ഇവിടെ നിന്ന് കണ്ട പതുക്കെ കിവിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹൈ അജിങ്കി ചെക്ക, നല്ല രസമുണ്ട്. ഐ ലവ് ഇറ്റ്. ഉണ്ണി ഓൾ സെറ്റ്. ഇലക്ട്രിക് ഫെൻസ് ആണ്, ഇവർ ഓൺ ചെയ്തിട്ടില്ല. റൈറ്റ് നൗ സ്വിച്ച്ഡ് ഓഫ്. ഇത്ര വെള്ളയോ മുട്ടോളം വേണമെങ്കിൽ ഒന്ന് ലൈറ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു മൂഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പരിധി വരെ നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് ഇപ്പം കാട് പോകുമ്പോഴും നമ്മുടെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് വിജേഷും അവനൊക്കെ സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. ഹലോ, ഹായ്. പിള്ളേർക്ക് കളിക്കാനുള്ള വെള്ളം എന്തോ പോയി ഇല്ല, തട്ടിപ്പൊട്ടിയില്ല അതിൻ്റെ അകത്തിട്ട്. ഇതാ ഓ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. അയ്യോ, നിങ്ങൾ പോയാ? ഓ, റേസ് ചെയ്യാം.
ചെറുതായിട്ട് ഈ പാറയിലാറ്റം കൊണ്ടില്ല. അവൻ്റെ കൈ മുറിഞ്ഞൊന്നുമില്ല, പക്ഷെ അവന് മുറിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പച്ചാന്നും പറഞ്ഞ് നാടൻ മരുന്നുകൾ തപ്പിക്കൊണ്ട് നിൽക്കുന്നു. ഒരു ഫോട്ടോ ഇവിടെ കിവി. That's okay. You're holding on to me. That's all right. See, you good. Oh, പറഞ്ഞ വീഡിയോ. എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ നീ എന്റെ കാലി പിടിച്ചിരിക്കല്ലേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇത്ര വെള്ളമേ ഉള്ളൂ, പക്ഷെ വെള്ളം ഭയങ്കര ക്ലിയർ ആണ്. ഈ സൈഡിലേക്ക് കുറച്ച് ആഴം, ആ ഒരു പച്ച കളർ വ്യത്യാസമല്ലേ, ആ സൈഡിലേക്ക് കുറച്ച് ആഴമുണ്ട്. അവിടെ കുറച്ചുകൂടെ വെള്ളം ഫ്ലോയും ഉണ്ട്. അതാണ് ആക്ച്വലി ആ ലെഫ്റ്റിൽ കാണുന്ന 2 ഹട്ടുമാണ് നമ്മൾ താമസിക്കുന്നത്. അത് അവരുടെ മെയിൻ അവർ താമസിക്കുന്ന സ്ഥലം. ഇറ്റ്സ് നൈസ്, നോ? ഇറ്റ്സ് നൈസ്. കാടിൻ്റെ നടുക്ക്. സമയം കിട്ടിയാൽ ഇതാണ് ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ഇവിടെ ഉള്ളത്. എതുക്ക് അവിടെ നമുക്ക് ഹലോ സർ, ചായ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സ് നമ്മൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫോട്ടോസിന് വേണ്ടി പോകുന്ന ലേയുണ്ണി. ലാഫിംഗ് ബുദ്ധ. That's not bad. വാ തുറക്കാൻ പാടില്ല. അതെനിക്ക് എങ്ങനെ അറിയാം? അഭിനയിച്ച് കാണിത്. പറഞ്ഞു തുടങ്ങിയോ? മമ്മൂട്ടിയാണെന്ന് മനസ്സിലായില്ലേ? പഴയ സിനിമയെന്ന് മനസ്സിലായി. ഇനി പറഞ്ഞു തുടങ്ങി ഓരോ സിനിമയായിട്ട്. അതല്ല, ഇത് കാണിച്ചതിലെങ്ങനെ അത് കണ്ടുപിടിച്ച്. ചേച്ചിന്റെ മോളെ തന്നെ.